ഹലോ. അപ്പൊ നമ്മളിന്ന് നോർത്ത് കേരളത്തിൽ തന്നെയുള്ള ഡൺബറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അപ്പൊ ഈ വേഷം എല്ലാം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മളിപ്പോ ഒഫീഷ്യലി നമ്മുടെ ഈ വർഷത്തെ ഓണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഈ പ്രാവശ്യം കേരളം അധികം ഓണം ആഘോഷിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ നാടും വീടൊക്കെ വിട്ട് നിൽക്കുമ്പം കുറച്ച് ആൾക്കാരെ കാണാനും എല്ലാവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അപ്പം നമ്മൾ ചെറിയൊരു രീതിയിലുള്ള ഒരു സെലിബ്രേഷനാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ്. നമുക്ക് അകത്തോട്ട് പോയാലോ? അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സന്തോഷവും ഒരാഘോഷവും കുറേ ഓർമ്മകളൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ നമ്മുടെ ഓണം അടിപൊളിയാക്കാൻ നോക്കൂലേ. അപ്പോൾ ദേ ഇന്നിവിടെ ഞങ്ങൾ ഈ ബെൽഫാസ്റ്റിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. നല്ല അടിപൊളി ഒരു ചെണ്ടമേള ഉണ്ടായിരുന്നു. ശ്രീഹരിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഏറ്റവും അധികം മിസ് ചെയ്തത് അമ്പലങ്ങളും പൂരും അവരുടെ ചെണ്ടയും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരു അവസരമായിരുന്നു, രസമായിരുന്നു. പിന്നെ ഇത്രയും പേര് കൂടിയിട്ട് ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ശ്രീഹരിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് പേര് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിമാരെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, നമ്മുടെ രാജരവിവർമ്മയുടെ പെയിൻറ്റിങ്സിൻ്റെ. അത് അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ കാണാൻ വന്നതാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിരുന്നു. അവർക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും കലയ്ക്കും അല്ലെങ്കിൽ കലാരൂപങ്ങൾക്കൊന്നും ലാംഗ്വേജ് ഇല്ല എന്ന് പറയുന്ന പോലെ അവർ നല്ല അടിപൊളിയായിട്ട് അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം നമ്മൾ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. പിന്നെ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. നമുക്കെപ്പോഴും നാടും വീടും ഒക്കെ എങ്ങനെ നമ്മൾ എത്ര ഇവിടെ ആഘോഷിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ നാടും വീടൊക്കെ മിസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. എന്നാൽ പോലും ഇത്ര ആൾക്കാരെ കാണാനും ഇവരിവിടെയൊക്കെ ആഘോഷിക്കാനും പറ്റിയതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കിട്ടുക നമുക്ക്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്.